ഹായ്, ഫസൽ കാരാട്ടിൻ്റെ ഒരു വീഡിയോ കാണാനിടയിൽ ഞാനിതവിടെ പ്ലേ ചെയ്യുന്നില്ല, അത് ഒരുതരം ഭ്രാന്ത് എടുക്കുന്നതാണ്. പക്ഷെ കുറച്ച് ഭാഷ കേൾപ്പിക്കാം. ആദ്യത്തെ വീഡിയോ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോൾ നല്ല വ്യൂ അതിന് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ പ്രോഗ്രാം എങ്ങനെയായിരുന്നു, നിമിഷപ്രിയയും മറ്റേ അബ്ദുൾ റഹീം ഉണ്ടല്ലോ, ഒരു കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നു. അയാൾക്ക് എന്തോ മാസ്ക് മാറിയിട്ട് മരണം സംഭവിച്ചിട്ട് പിടിച്ചു കിടക്കുന്നു, 34 കോടി പിരിച്ചു കൊടുത്ത ആ പുള്ളിയെയും നിമിഷപ്രിയയും കൂടെ കമ്പാരിസൺ നടത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ആരൊക്കെയോ കുറേ കമൻറ്റ് കൊണ്ടുവന്ന് ഇട്ടു. ഇത്ര നിമിഷപ്രിയയ്ക്ക് ഉടനെ തന്നെ തൂക്കുമരണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കിടക്കുന്നിടത്തൊക്കെ കമൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ടെന്ന്. ആ കമൻസിൽ മെജോറിറ്റി മുസ്ലിംസിൻ്റെ കമൻസ് ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് മുസ്ലിംസിനെ അങ്ങ് പറഞ്ഞു കൊല്ലുന്നുണ്ട്. അത് നല്ലതായിട്ട് ഓടിയപ്പം അടുത്ത കമൻറ്റ് വന്നു, അടുത്ത വീഡിയോ വന്നു. ഏതോ ഒരാൾ വിളിക്കുകയാണ്, അവനെ വിളിച്ചിട്ട് അയാൾ ചോദിക്കുന്നു, നീ എന്തിനാടാ ഇസ്ലാമിനെ പറയണേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് അയാൾ സ്വാഭാവികമായിട്ട് ചോദിച്ചതാണ്. പക്ഷെ അത് പറഞ്ഞു ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ ചോദിച്ച് പൂർത്തീകരിക്കാനോ അയാൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അയാൾ അവസാനം തെറിയിലോ ബഹളത്തിലോ അങ്ങ് എത്തി. അതായത് ഇവളെ ദ്രോഹിച്ചത് കൊണ്ട് ഇവരെ കൊല്ലാൻ വിചാരിച്ച് തന്നെ കൊന്നതാണ്. അവളെ സ്വന്തമായിട്ട് കിട്ടിയ ലേഖനായിരിക്കും. നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ. നമ്മളിൽപ്പെട്ട മലയാളികളാണ് നിമിഷപ്രിയയും അതേപോലെ തന്നെ അബ്ദുൾ റഹീമും. ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾ പറഞ്ഞോളൂ, താങ്കൾ പറ. ഈ നിമിഷപ്രിയ തെറ്റുകാരിയാണെന്നും അബ്ദുൾ റഹീം തെറ്റുകാരനല്ലാന്ന് പറയുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ പറയുന്നത് വെച്ചാൽ രണ്ടുപേരും നമ്മുടെ രാജ്യത്തെ നിയമം എല്ലാവർക്കും പരിശീലിച്ചത്, നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള 2 രാജ്യങ്ങളാണ് പരിശീലിച്ചത്. അപ്പൊ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തോ? അതിന് നിങ്ങൾ നിമിഷപ്രിയ തെറ്റുകാരി പറയാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? ശരിയാണ് നിങ്ങൾ തെറ്റുകാരി പറയാം. അവൾ ചെയ്ത കാര്യം കൂടി ചെയ്തതാണ്. അവരെന്താ ഒരു ട്രാഫിക്കിന്റെ മുമ്പില് അകപ്പെട്ടു. കുട്ടിക്ക് അതിന്റെ കുട്ടി അയാൾക്ക് പുറത്തേക്ക് തുപ്പുമ്പോ കൈ കൊണ്ട് തടുക്കുമ്പോ ആ കുട്ടിക്ക് വെച്ച മാസ്ക് നീങ്ങിപ്പോയി. അതാണ് സംഭവം. നിങ്ങൾ കേട്ടതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ വിളിച്ചാണല്ലോ, അല്ല എന്നെ വിളിച്ച സത്യം ഞാൻ നിങ്ങൾക്ക് മറുപടി നിങ്ങൾ കേട്ടൂടെ? മറുപടി പറഞ്ഞല്ലോ താങ്കള്. അബ്ദുൾ റഹീമിന്റെ സ്പോൺസറുടെ ചലനശേഷി ഇല്ലാത്തൊരു മകൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് പറ്റി? ഈ ചലനശേഷി ഇല്ലാത്ത ഒരാളെയാണ് ഈ അബ്ദുൾ റഹീം കൊന്നതിനുള്ള ശിക്ഷയാണ് ഈ സൗദി. ഞാൻ പറയട്ടെ, അല്ലെ നിങ്ങൾ പറയും? നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞു. അതായത് സൗദി കോടതി അവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് ശിക്ഷ കൊടുത്തതിനാ. അതായത് അബ്ദുൾ റഹീമിന്റെ സ്പോൺസറുടെ ചലനശേഷി ഇല്ലാത്ത മകനെ കൊന്നതിനുള്ള ശിക്ഷയാണ് വധശിക്ഷയായിട്ട് സൗദി ഭരണകൂടം ഈ അബ്ദുൾ റഹീമിനെ ലഭിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് യമനിലുള്ള ഈ നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. അതേപോലെ തന്നെ യമൻ കോടതി എന്താ പറഞ്ഞത്, ഭരണകൂടം പറഞ്ഞത് ഇവരും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് വധശിക്ഷ. അതായത് 2 ഭരണകൂടവും ഇവർക്ക് 2 ആൾക്കെതിരെയും വധശിക്ഷ വിധിച്ചത്. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ കാണിക്കുന്നത് പറയുന്നത്, ഈ അബ്ദുൾ റഹീമിനെയും നിമിഷപ്രിയയും ഒരുപോലെ മലയാളികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അവരുടെ മതം നോക്കി ഒരുപാട് വൃത്തികെട്ടവന്മാര് നിമിഷപ്രിയ തെറ്റ് ചെയ്തിരിക്കുന്നെന്നും അബ്ദുൾ റഹീം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നെറികേടല്ലേ? ഇതാണ് അവൻ്റെ ടോപ്പിക്ക്. ആൻഡ് അവൻ പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ ചെയ്തതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, പകരം മറ്റേ ആൾക്ക് 34 കോടി രൂപ പിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഇതിന് തർക്കിക്കാൻ പോയ അയാളും വിട്ടിയാണ്, ഇവനും പമ്പര വിട്ടിയാണ്. ഒന്നാമത്തെ കാര്യം, നിമിഷപ്രിയ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഒരു മർഡർ നടത്തുകയാണ്. ഭർത്താവ് നാട്ടിലുണ്ട്. ഭർത്താവുള്ളൊരു സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു, അയാൾക്കൊപ്പം അത്യാവശ്യം കാലം ജീവിക്കുന്നു. എന്നിട്ടാണ് പ്ലാൻ ചെയ്ത് അയാളെ കൊല്ലുന്നത്. കാരണം അയാളുടെ പേരിലുള്ള ആ വസ്തുവകകൾ കിട്ടുക എന്നുള്ള ഇൻറ്റൻഷന് ഗ്രീഡിയായ ഒരു വിമൺ, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ചെയ്ത ഒരു സ്ത്രീ പർപ്പസ്ലി അല്ലേ ഒരാളെ കൊന്നിട്ടുള്ളത്. എന്നിട്ടും ബ്ലഡ് മണി കൊടുത്താൽ വിട്ടേക്കാമെന്ന് ആ കുടുംബം തീരുമാനിക്കുക. ആ ബ്ലഡ് മണി ശേഖരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഫണ്ടിന് വേണ്ടിയിട്ട് മലയാളികളുടെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടാവണം. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, ചോദിച്ചാലും കിട്ടുമോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. ഈ പറയുന്ന പയ്യനും 36 കോടി കൊടുക്കുന്നതിനോടും എനിക്ക് തീർത്തും വിയോജിപ്പായിരുന്നു. അയാൾ ചെയ്തതും കൊലപാതകമാണ്, പക്ഷെ അതിനകത്തൊരു ഇഗ്നോറൻസിൻ്റെ കൊലപാതകമാണ്. അബദ്ധത്തിൽ സംഭവിച്ചതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. ഇനി ആ ഒരു വിഷയത്തിൽ ആ പേരൻസ് തയ്യാറാകാത്തത് കൊണ്ടാണ് അവരൊരു വലിയ എമൗണ്ട് തന്നെ ചോദിച്ചത്. അവർക്ക് അത്രത്തോളം അവനോട് അത് ക്ഷമിക്കാൻ വയ്യ. അത് ഒരു കുഞ്ഞിനെ നോക്കാൻ തന്നെ ഒരാളെ വിസയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോലും അയാൾ മൂലം ആ കുഞ്ഞ് മരണപ്പെട്ടു പോകുന്നവർക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും അത് അത്രയും പ്രീഷ്യസ് ആയിട്ട് ആ കുഞ്ഞ് വിചാരിച്ചത് കൊണ്ടായിരിക്കാം. തീർത്തും പരാജയമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ പൈസ റേസായി, പറഞ്ഞ ദിവസം തന്നെ അതിനേക്കാൾ കൂടുതൽ ഫണ്ട് വന്ന് ചേർന്നു. കോച്ചയാണ് പിരിച്ചത്, അയാളെ ഇറക്കാൻ കൊണ്ടുപോയി. എന്നിട്ടും അവിടെ ഇതുവരെ നൂലാമാലകൾ തീർന്ന് അയാളെ വിടാനുള്ള ഒരു ഉത്സാഹം അവർ കാണിക്കുന്നില്ല. അവർക്ക് അത്രത്തോളം വൈരാഗ്യമുണ്ട്. വെറും നിവൃത്തിയില്ലാത്തതുകൊണ്ട്, വിദേശത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, കൊന്നു കളയുക എന്നാണ്. അല്ലാതെ ആരെങ്കിലും ബന്ധുക്കൾ വിട്ടു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രാജീവ് ഗാന്ധിയുടെ കേസിൽ അങ്ങനെ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പോസിബിൾ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ബ്ലഡ് മണി കൊടുത്താൽ വിടും.
അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടും അവനെ വിട്ടുകിട്ടണം എന്ന ഒരു ടേമിൽ ഇവരാരും മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരും ഇറങ്ങുന്നുമില്ല. ഇനി ഈ ഫസൽക്കാരായിട്ട് പറയുന്നതാണെങ്കിൽ ഇതിനകത്ത് മതമുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം, ഇവിടെ ശതമാനത്തിൽ കുറഞ്ഞ ആൾക്കാരല്ലേ മുസ്ലിംസ്? നിങ്ങളെന്തിനാ അവരോട് പൈസ ചോദിക്കുന്നത്? അവർക്ക് അവരുടെ മതബോധം. ഇപ്പം നിങ്ങൾ അതല്ലേ ഈ ഫസൽക്കാരായിട്ട് ഉൾപ്പെടെ ജാമിദ ഉൾപ്പെടെ ആരിഫുൾ ലിയാക്കത്ത് ഇവരൊക്കെ പറയുന്നത് ഇസ്ലാമിയൊരു പ്രത്യേക വിഭാഗമാണ്. അവർ മറ്റാരെ അടുപ്പിക്കത്തില്ല. അവരുടെ പണം കൊള്ളാമോ? അവർക്ക് പൈസയുണ്ട്, അവരുടെ ഇനത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നു. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക. ഫസൽക്കാരായിട്ട് ഒരു കാര്യം ചെയ്യുക, നാളെ മുഖ്യമന്ത്രിയെ വിട്, പ്രൈം മിനിസ്റ്ററെ വിളിക്കുക. രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് നീ പ്രൈം മിനിസ്റ്ററെ വിളിച്ചിട്ട് പറ ഈ കുട്ടീനെ ഇറക്കണം, ഇത്ര പൈസ ശേഖരിക്കണം. എന്നിട്ട് നിങ്ങൾ ഹിന്ദു മതവിശ്വാസികളെടുത്ത് പറ, അവർ കൊടുക്കട്ടെ. അതല്ലേ അതിൻ്റെ ഒരു വഴി. നിങ്ങൾക്ക് എന്തിനാ മുസ്ലിങ്ങളുടെ പൈസ? മുസ്ലിങ്ങൾ കുഴപ്പമല്ലേ? മുസ്ലിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ട, അതല്ലേ നല്ലത്. ഫസൽക്കാരായിട്ട് എന്തിനാ ഞങ്ങൾ മുസ്ലിങ്ങൾ അവർക്ക് പൈസ കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കണേ? അത് പറയാനുള്ള യോഗ്യത നിനക്കുണ്ടോ? അവർ കുഴപ്പക്കാരല്ലേടാ. നിന്റെ ഒരു വർത്തമാനത്തിൽ മുസ്ലിങ്ങളെല്ലാം കുഴപ്പമാണ്, അവരങ്ങോട്ട് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന നീ അവരുടെ പണം വാങ്ങിച്ച് ഹിന്ദു മതവിശ്വാസിയായ ഒരാളെ ഇറക്കണമെന്ന് എന്തിനാ പറയണേ? അവിടെ മാത്രം നിനക്കെന്താ അതൊരു ഇന്ത്യൻ പൗരയായിട്ട് കാണുന്നേ? അവിടെ എങ്ങനെ നിനക്ക് ഇന്ത്യൻ പൗരത്വം വന്നേ? ബാക്കിയൊക്കെ കൊണ്ട് നിനക്ക് വേറെ പ്രശ്നങ്ങളാണല്ലോ. ഈ മറ്റേ മക്കൾ, ഈ മറീച്ച മക്കൾ, ഇതൊക്കെയാണല്ലോ നിനക്ക് മുസ്ലിങ്ങളെ പറ്റിയുള്ള ഒരു സംസാരം. ഇപ്പൊ പെട്ടെന്ന് നിനക്ക് അവർ നല്ലവരായോ? അല്ല അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അവർ മോശക്കാരാവും നിങ്ങൾ പറയുന്നു. ദയവ് ചെയ്തിട്ട് ഇവനെ വിളിക്കാൻ പോവാതിരിക്കാം. ഇവനെ എന്നല്ല, ഈ രീതിയിൽ ആര് വീഡിയോ ചെയ്താലും ആ ഭാഗത്തെ നോക്കാൻ പോവാതിരിക്കാം. അവർക്ക് വേണ്ടല്ലോ നിങ്ങളെ. നിങ്ങളെ അപരവൽക്കരിക്കുന്നു. നിങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് പറയുന്നു, നിങ്ങൾ ഓടിപ്പോവാൻ പറയുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരെ നോക്കുക, നിങ്ങളുടെ ഭാഗത്തുള്ള കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതും ഒരുതരം വർഗീയതയായിരിക്കാം, പക്ഷെ അത് അങ്ങനെ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തിനാണ് ഇവൻ ആരാത് പറയാൻ? ഇവനെ പോലുള്ള തിരുനാറികൾ കാരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ധ്രുവീകരണം വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ലൊരു അവസരമാണ്. അതിന് പോയിട്ട് അവൻ ചെയ്തത് ശരി, അത് രണ്ടുപേരുടെ കയ്യിൽ നിന്നും പിഴവ് വന്നു. ഒരാൾ മനഃപൂർവ്വമായി ഒരാളെ പ്ലാൻ ചെയ്ത് മർഡർ ചെയ്തതാണ് നിമിഷ, മറ്റതങ്ങനെയല്ല, മിസ്റ്റേക്കിൽ വന്നാണ്. പക്ഷെ ബോത്ത് ആർ മർഡർ, അതുകൊണ്ടാണ് അവർക്ക് ആ പണിഷ്മെന്റ് കിട്ടിയത്. ഒരുപക്ഷെ നിമിഷയ്ക്ക് പൈസ കൊടുത്താൽ ഇറക്കി കൊണ്ടുവരാം, മറ്റത് അങ്ങനെയല്ല. ആ കുടുംബം ഘട്ടം റൈറ്റാണ് നിൽക്കുകയാണ്. അവിടെ ഷേഖിന്റെ മകൻ പോലും കളിക്കുന്ന സ്ഥലത്ത് ഒട്ടകപ്പാച്ചിലോ മേച്ചിലോ എന്തിലോ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു പയ്യനെ കൈതട്ടി കൊന്നു കളഞ്ഞു. അബദ്ധപ്പെട്ട് മരിച്ചു പോയതാ, കൊച്ചു ചേർക്കനാ. പക്ഷെ അവരമ്മ എല്ലാവരും പോയി കരഞ്ഞു കാല് പിടിച്ച് പൈസകൾ കൊണ്ട് കൊടുത്തിട്ടും അവർ സമ്മതിച്ചില്ല. കൊന്നുകളയാൻ തന്നെയാണ് പറഞ്ഞത്. അവരങ്ങനെയാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നു കളഞ്ഞാൽ അവർ എത്ര വലിയ പണക്കാരനായാലും എന്ത് വലിയ ഉന്നതി എന്ന് പറഞ്ഞാലും അംബാനിയാണെന്ന് പറഞ്ഞാലും അവിടെ എടുക്കൂല. അത് അവർ നിർബന്ധമാണ്. ഈ പറഞ്ഞ പയ്യന് 34 കോടി കൊണ്ട് കൊടുത്തിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ തിരിച്ചു വരുമെന്ന്. അമ്മാതിരി സ്ട്രോങ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അവർ. അപ്പോൾ ഈ നിമിഷയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. പൈസ കൊടുത്താൽ അവർ വിട്ടോളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ക്രൂവൽറ്റി ചെയ്ത ആ സ്ത്രീയെ പോലും അവരങ്ങനെ കടൂരമായിട്ട് ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നയതന്ത്രങ്ങൾ, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രോബ്ലമാണ്. അത് അവർ തമ്മിൽ പരിഹരിച്ചോളും. അതിനകത്ത് പൗരന്മാർക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. അവർ പൈസ കളക്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല, അത് രാജ്യം കൊടുക്കണം. കൊടുക്കട്ടെ, അവർ കൊടുത്തു കൊണ്ടുവരട്ടെ. അത് നീ പറ, നിന്റെ നേതാവല്ലേ അവിടെ ഇരിക്കുന്നത് മോങ്ങി, അണ്ണൻ്റെ അടുത്ത് പറ വിളിച്ച്. നീ രാവിലെ പറയടാ, നീ വേണ്ട, നീ സുരേഷ് അണ്ണൻ്റെ അടുത്ത് പറ. സുരേഷ് അണ്ണൻ തന്നെ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്ന അവരുടെ മതവിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് പോലും നിങ്ങളും പിണറായിക്കല്ലേ വോട്ട് ചെയ്യണേ, നിങ്ങൾ പിണറായിയുടെ നിന്ന് വാങ്ങിച്ചോന്ന് പറയുന്നു. അങ്ങനെയാണ് സംഖ്യകൾ പറയാറ്. നീയും അങ്ങനെ പറയടാ, അതല്ലേ നല്ലത്. നിനക്കെന്തിനാ ഇപ്പോൾ ഇസ്ലാമിയരുടെ പൈസ? നാണമില്ലടാ ചോദിക്കാനായിട്ട്. എന്നിട്ട് അവനെ കൊല്ലാൻ പോകുന്നു. എടാ, ഇന്നവരെ കക്കൂസ് പൊളിച്ചിട്ട് ആരും ജയിലിൽ പോകാൻ തയ്യാറായിട്ടില്ല. നിന്നെപ്പോലൊരു കക്കൂസിനെ പൊളിക്കണമെന്ന് മുസ്ലിങ്ങൾ ഒരു കാലത്തും ചിന്തിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ല. ഇല്ലാ വചനവും കള്ളത്തരവും പറഞ്ഞ് എങ്ങനെയും റിവ്യൂവും റീച്ചും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കള്ള സാധനമാണ് ഈ പൈസൽക്കാരായിട്ട് ഈ പറയുന്നത്. അതിനകത്തേക്കൊന്നും ആരും വിളിക്കില്ല. ഇതിപ്പോൾ ഒരു ട്രെൻഡാണ്. ആ ഫോൺ വിളിക്കുന്നു, എന്നെ ഫോൺ ഇതാ ഇങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. എനിക്കറിയത്തില്ല, ഞാനും ഒക്കെ ഇതുപോലെ കുറേ വിമർശനങ്ങളൊക്കെ നടത്തി. നമ്മളെയൊന്നും ആരും വിളിക്കാനും അത് തിരുത്താനും ഒന്നും വന്നു. ഇനി അഥവാ വിളിച്ചാലും നമ്മൾ പറയണ വെച്ചിട്ട് പോകുമെന്ന് പറയും. പറഞ്ഞത് തന്നെ അതിനകത്ത് കിടപ്പുണ്ട്. അതിന് അപ്പുറമായിട്ട് ഒന്നും പറയാൻ, നീങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് എന്നെ മൊബൈൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അതെടുത്ത് വെച്ച് അതൊരു കണ്ടന്റ്, അത് കേൾക്കാൻ കുറേ പേര്. അയ്യോ, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റിനൊന്ന്, നിങ്ങളൊരു ആധുനിക പുരുഷനാണ്, നിങ്ങൾ ചരിത്ര പുരുഷനാണ്, നിങ്ങൾ നാരായണ ഗുരുവാണ്. ഇവൻ ലോക കുത്തിത്തിരിപ്പ് ഫ്രോഡാണ്. അതാണ് അതിൻ്റെ തെളിവ്. അതും അവൻ്റെ തലയിൽ എന്തോ കയറിയിട്ട്
അവൻ തെറ്റുകാരൻ, ഇവൾ ഓക്കെ. അതായത് അവൻ ശരിയെങ്കിൽ ഇവനും ചെയ്യും, ഇവൻ ശരിയെങ്കിൽ അവനും ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ല. നിമിഷപ്രിയ പൂർണ്ണമായും തെറ്റുകാരിയാണ്. അവൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാപ്പ് അവർ ഏൽക്കും, അവർ പുറത്തു വിടും. അതിനുള്ള ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുക. അത് മുസ്ലിങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാനുഷിക പരിഗണനയോടെ ആരെങ്കിലും തന്നാൽ വാങ്ങാം എന്നതിനപ്പുറം അവർ കൊടുത്തില്ലേ നിങ്ങൾ, ഇവനും കൊടുക്കൂ, നിങ്ങളെന്താ ഇവന് കൊടുക്കാത്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വായ്ത്താളം അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വട്ടിച്ചാത്തനം നിനക്ക് വേണ്ടി ഇത് പറയാനും പോകുന്നില്ല. ഇനി അങ്ങനെ നീ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണം. നീയൊക്കെ പറഞ്ഞാൽ കൊടുക്കാനും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിൽ തന്നെ ചെയ്യണം. അവിടെ നിന്ന് എന്ത് കിട്ടണോ അത് തന്നെ നിങ്ങൾ ഇവിടെയും ചെയ്യണം. ഒരു കടുകടയ്ക്ക് വിറ്റ് ജാതി നോക്കി തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരങ്ങനെയല്ലേ പറയുന്നത്, അവർക്ക് അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെ നോക്കാതെ പരസ്പരം സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ശ്രദ്ധിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? നമ്മളെ എന്താണ് അവർ പറയുന്നത് അതങ്ങോട്ട് തിരിച്ചു പറയാൻ പ്രാപ്തിയുള്ളവർ അവനെ വിളിക്കുക. അല്ലാതെ അവനെ തിരുത്താനും അവനെ കൊണ്ട് മറിച്ച് പറയിക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവൻ എന്ത് ശ്രമിക്കുന്നു അത് തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അവനൊക്കെ ജന്മനാ സംഖ്യയായതാണ്. സംഖ്യ എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹികളാണ്, മനുഷ്യനെ കൊന്നുകളയാൻ ആഹ്വാനം കൊടുക്കുന്ന വൃത്തികെട്ട ജന്തുക്കളാണ്. അങ്ങനെയുള്ളവന്മാരുടെ വായിൽ നിന്ന് നമുക്ക് നല്ലത് കേൾക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവനെ വിളിക്കരുത്. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം മുസ്ലിങ്ങൾക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിമിഷം വരുന്നെങ്കിൽ നല്ലത്, കിട്ടിയാൽ നല്ലത്. പക്ഷെ ആ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം, മുസ്ലിങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. രണ്ട് വിഭാഗത്തിനും പണം കൊടുത്തല്ല, ആഭ്യന്തര ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത്. നടത്തിയിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കണം, അവരെ നാട്ടിലെത്തിക്കണം. അത് ഗവൺമെൻറ്റാണ് ഇടപെടേണ്ടത്, സ്റ്റേറ്റും അല്ല. സെൻട്രൽ ഇടപെടട്ടെ, അവരല്ലേ കൂടുതൽ പവർഫുൾ. അവർക്ക് അവിടെ പോയി കൈകസ്തൂരി കൊടുക്കാൻ അറിയാമല്ല, ബിൽഡിംഗ് ഉണ്ടാക്കാനും അമ്പലം വെക്കാനും ഒക്കെ നിർദ്ദേശിക്കാൻ മോങ്ങിക്ക് അറിയാമല്ല. എന്തുകൊണ്ട് മോങ്ങിക്ക് ഇത് പറയാൻ പറ്റുന്നില്ല? രാമന് വീട് വയ്ക്കാനല്ല അങ്ങോട്ട് പോകേണ്ടത്. അവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിലുണ്ടെങ്കിൽ അവരെ റിലീസ് ചെയ്ത് കൊണ്ടുപോകാനും നമ്മുടെ നേതാക്കന്മാർക്ക് പോകാം. അങ്ങനെ ചെയ്ത ഒരാളുണ്ടായിരുന്നു, സുഷമ സ്വരാജ്. അവർ കൊണ്ടുവന്നൊരു നിയമം എല്ലാ പെണ്ണുങ്ങൾക്കും ഓർക്കാൻ പറ്റിയൊരു നിയമം ഉണ്ടായിരുന്നു. എനിക്ക് ആ സ്ത്രീയെ ഭയങ്കര ബഹുമാനമാണ്. അച്ഛൻ്റെ പെർമിഷൻ ഇല്ലാതെ പാസ്പോർട്ട് എടുക്കാനൊക്കത്തില്ല. ഒരുപാട് അവന്മാരെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഓടിക്കളയും. അങ്ങനെ ഒരുപാട് ഫാമിലി അവിടെ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നിയമം എടുത്തങ്ങ് കളഞ്ഞു. അമ്മയാണ് അധികാരി എന്നുള്ളത് അവർ കൃത്യമായി പറഞ്ഞു. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു ഒരുപാട് പേർക്ക്. അതൊരു നല്ല തീരുമാനവും നല്ല നിയമവുമായിരുന്നു. ഈ ഡിവോഴ്സൊക്കെ ആയവർ പെട്ടുപോകും. കാരണം പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ ഡിവോഴ്സായി അവൻ്റെ അടുത്ത് പോകണം. അവൻ ഇവള് നന്നാവരെന്നൊരൊറ്റ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒപ്പിട്ട് തരത്തില്ല. ഈ ഒരു ഒപ്പിൻ്റെ വാല്യൂവിന് വളരെ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതിനൊരു തടയിട്ടത് സുഷമയാണ്. അപ്പോൾ അതുപോലെ മോങ്ങിയെ പറഞ്ഞ് അങ്ങോട്ട് വിട്, മോങ്ങി പോയി സംസാരിക്കട്ടെ. സ്വന്തം രാജ്യത്തെ ഒരു പൗരൻ അനാവശ്യമായി പിടിച്ചവരവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ പോയി പറയുമ്പോൾ ഇനി വിട്ടുകൊടുക്കൂലേ? കൊലപാതകമാണ് ചെയ്തതെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിൽ ഇറക്കിക്കൊണ്ട് പോട്ടെ. ഇവിടെ ഇറ്റലിക്കാരി നമ്മളെ 2 ഇവിടെ ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് ഇറക്കിക്കൊണ്ടുപോയില്ലേ? അങ്ങനെയാണ്. ഓരോ രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ ആ രാജ്യത്തെ നയതന്ത്ര മേഖല ഇടപെടണം. രാജ്യത്തെ ഭരണാധികാരി പോയി സംസാരിക്കുക. അല്ല മുസ്ലിങ്ങളുടെ തലയിൽ കയറേണ്ട കാര്യമൊന്നുമില്ല. മറ്റേ ആളെ ഇറക്കണമെന്ന് അവൻ്റെ ഉമ്മ വന്ന് കേണു പറഞ്ഞു കൊടുത്തു. ഇനി ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയോ ബന്ധുക്കളോ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് കൊടുക്കും. പക്ഷെ അതിന് ഫസല് പറയേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം വേണ്ട എന്നുള്ളത് ഫസലല്ല തീരുമാനിക്കണം. അത് മുസ്ലിങ്ങൾ തന്നെയാണ്, അത് അവർ നോക്കിക്കോളും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.